മുൻമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ ജി സുധാകരനെതിരെ തുറന്നടിച്ച് അമ്പലപ്പുഴ MLA H സലാം. പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന ജി സുധാകരന്റെ ആരോപണത്തെ സലാം അദ്ദേഹത്തിനെതിരെ തന്നെ തിരിച്ചുവിട്ടു. ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിനെ ദോഷകരമായി പ്രവർത്തിക്കുന്നതും പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്നാണ് എച്ച് സലാമിന്റെ പ്രതികരണം. അവഗണിക്കുന്നു എന്ന പരാതിയിൽ അടിസ്ഥാനമില്ലെന്നും ഗൗരിയമ്മയേക്കാൾ പരിഗണന ആലപ്പുഴയിൽ ജി സുധാകരന് ലഭിച്ചിട്ടുണ്ടെന്നും സലാം പറഞ്ഞു. ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ നടത്തുന്ന നിരന്തര ആരോപണങ്ങളിൽ ജില്ലയിലെ CPM നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ട്. ഈ അമർഷമാണ് H സലാം MLAയുടെ അക്കമിട്ടുള്ള പ്രതികരണങ്ങളിൽ നിറയുന്നത്. ആലപ്പുഴയിലെ പാർട്ടിയിൽ പൊളിറ്റിക്കൽ ക്രിമിനൽ ഉണ്ടെന്ന ആക്ഷേപത്തിനാണ് സലാമിന്റെ പ്രധാന മറുപടി. നമ്മളിപ്പോൾ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്നു. ആ രാഷ്ട്രീയത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യം ഞാൻ ചെയ്താൽ ഞാൻ പൊളിറ്റിക്കൽ ക്രിമിനലായിരിക്കും. അതാരും ചെയ്തുകൂടാ. ഒരു പാർട്ടി നിൽക്കുകയും ആ പാർട്ടിക്ക് ദോഷമുണ്ടാക്കി എതിരാളിക്ക് ഗുണമുണ്ടാക്കുന്ന വർത്തമാനം പറയുന്നതും ഒരു തരത്തിൽ വേണമെങ്കിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്ന് വേണേൽ പറയാൻ പറ്റും. ജി സുധാകരനെ നേതൃത്വം അവഗണിക്കുന്നെന്ന പരാതിയും സലാം തള്ളിക്കളഞ്ഞു. 4 തവണ MLAയും 2 തവണ മന്ത്രിയുമായ നേതാവാണ് ജി സുധാകരനെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ ഗൗരിയമ്മോടൊപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം 7 പ്രാവശ്യം അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു. ആലപ്പുഴയിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, KSK2-ന്റെ സെക്രട്ടറി ആയിരുന്നു, CA2-ന്റെ ഭാരവാഹി, സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു. ഇത്രത്തോളം പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ച പോലെ ഈ ജില്ലയിലെ ഒരുപക്ഷെ ആരെയും പരിഗണിച്ചിട്ടുണ്ടാവില്ല. ജില്ലയിലെ പാർട്ടിക്ക് തിരിച്ചടി നേടുന്നത് ഇതാദ്യമല്ലെന്നും KR ഗൗരിയമ്മ പാർട്ടിക്ക് പുറത്ത് ആയപ്പോഴാണ് വലിയ തിരിച്ചടി ഉണ്ടായതെന്നും സലാം ഓർമ്മിപ്പിച്ചു. ഗൗരിയമ്മ പുറത്തായതിന്റെ മൂലകാരണം ആരാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നും സലാം ഒളിയം പെയ്തു. ആലപ്പുഴയിലെ പാർട്ടിക്കും പൊതുസമൂഹത്തിനും ഗൗരിയമ്മ പോകാൻ ഒരു മൂലകാരണം ആരാണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗൗരിയമ്മയെ പോലെ ഒരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സന്ദർഭം വരെ ഉണ്ടായൊരു ഘട്ടം. അതിനൊക്കെ ഒരു കാരണമുണ്ടല്ലോ. ആ കാരണത്തിന്റെ അടിസ്ഥാനം തേടി പോയാൽ നമുക്ക് പലതും പറയേണ്ടതായിട്ട് വരും സ്വാഭാവികമായിട്ടും. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്ന ജി സുധാകരന്റെ പ്രതികരണവും വിമർശിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഏറ്റവും നല്ല അടിസ്ഥാനപരമായി കൃത്യമായ പൊളിറ്റിക്സ് ഉള്ളയാളാണ്. സാധാരണയിൽ കവിഞ്ഞൊരു ചിന്തിക്കാൻ ശേഷിയുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തെ പോലെ നേതാവ് സ്ലിപ്പ് പറ്റി സംസാരിക്കുന്ന ആളല്ല. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നിപ്പോയി. എനിക്ക് മാത്രമല്ല, കേട്ട ഒരുപാട് പേർക്ക് അത്ഭുതം തോന്നി. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേരുന്ന CPM ജില്ലാ നേതൃയോഗങ്ങൾ ജി സുധാകരനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുമെന്നും ഉറപ്പാണ്. റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ, ആലപ്പുഴ.